ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും പ്രവചന പഠനമെന്ന 75-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത്, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തും എന്നാണ് അവസാനിപ്പിച്ചത്. എതിർ ക്രിസ്തു ദാൻ ഗോത്രത്തിൽ ആകുന്നു എന്ന് ധാരാളം തെളിവുകളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ദാൻ വഴിയിൽ ഒരു പാമ്പും പാതിയിൽ ഒരു സർപ്പം, അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. ഇതാരാണ് കുതിരയുടെ പുറത്തെ കയറിയിരിക്കുന്നവൻ? ഇത് വേറൊരു വ്യാജ മത സ്ഥാപകനാണ്, അല്ലെങ്കിൽ ഒരു വ്യാജ മത നേതാവാണ്. ഇവർ തമ്മിൽ തെറ്റും. തെറ്റിൻ്റെ സാഹചര്യം വരുമ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങളാകും. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, ദാൻ ബാലസിംഹമാകുന്നു, അവൻ ബാശാനിൽ നിന്നും ചാടുന്നു. ഈ തെളിവുകൾ മാത്രമല്ല, ഇനിയും ധാരാളം തെളിവുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നാം നോക്കുമ്പോൾ ആ സ്ഥാനത്തെ ദാനിനെ ദൈവം മാറ്റി. കാരണം ദാനിനെ ഈ ഗോത്രത്തിൽ കൊള്ളിയേല എന്ന് ദൈവം കണ്ടു. അതിനു പകരമായി ജോസേപ്പിൻ്റെ മകനായിരിക്കുന്ന മനശ്ശെ ഗോത്രത്തിൽ ഉൾക്കൊള്ളിച്ചു. അതിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോസേപ്പ് അനുഭവിച്ചതുപോലുള്ള വേദനകൾ, പീഡകൾ ആരും അനുഭവിച്ചിട്ടില്ല. അവൻ മുഖാന്തരമാണ് ഇസ്രായേലിൽ യഹൂദന് ഒരു സ്ഥാനമുണ്ടാകാൻ ഇടയായി തീർന്നത്. ആയതുകൊണ്ട് അവൻ്റെ ഒരു മകനെ ഈ ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ ദൈവം കണ്ടു. വെളിപ്പാട് പുസ്തകത്തിലെ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 144,000 പേരെ മുദ്രയിട്ടു. ഓരോ ഗോത്രവും 12,000 എന്ന് പറയുന്ന കൂട്ടത്തിൽ ദാൻ വെളിപ്പാട് പുസ്തകത്തിൽ അദ്ദേഹം പുറന്തള്ളപ്പെട്ടു പോയി. കാരണം അവൻ അയോഗ്യനായതുകൊണ്ടാണ് പുറന്തള്ളിയത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ മനശ്ശെ ഇല്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മനശ്ശ യോസേപ്പിൻ്റെ മകൻ. ക്രിസ്തു ഒരിക്കലും യഹൂദനല്ലാത്ത ഒരു ജാതിയിൽപ്പെട്ടവൻ ആയിരിക്കയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ അവൻ്റെ ഗോത്രത്തിൻ്റെ പേരില്ലെങ്കിൽ തന്നെയും അവരെ യഹൂദന്മാരായിട്ട് തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത്. ആയതിനാൽ ഈ യഹൂദൻ ദൈവാലയം പണിയുമ്പോൾ ആ ആരാധനാലയത്തിനകത്ത് അന്യജാതിയിൽപ്പെട്ട ഒരുവനെ കയറ്റുവാൻ അവർ അനുവദിക്കുകയില്ല. ഇവൻ യഹൂദനായതുകൊണ്ടാണ് ആ അവസരം അവർക്ക് നൽകാൻ ഇടയായി തീർന്നത്. യഹൂദൻ ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ
വർഷങ്ങൾക്ക് മുമ്പേ അവൻ പരദേശികളായി പല രാജ്യങ്ങളിൽ കുടിയേറി പാർത്തു. പാർത്തിടത്തെല്ലാം യഹൂദ മര്യാദ പ്രകാരമാണ് അവർ ആരാധിച്ച് മുൻപോട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 43 നാം അവിടെ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊണ്ടില്ല. നോക്കിക്കോണം, നമ്മുടെ കർത്താവിനെ കൈക്കൊണ്ടില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ആരെയാണ്? എതിർ ക്രിസ്തുവിനെ കൈക്കൊള്ളും. 3.5 വർഷം കഴിയുമ്പോഴാണ് ഇവന്റെ തനി നിറം മനസ്സിലാക്കുന്നത്. അതുവരെയും മശിഹ ആയിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. വിഗ്രഹ ആരാധനയ്ക്ക് അവൻ പതുക്കെ പ്രോത്സാഹനം കൊടുക്കും. തൻ്റെ സ്വന്തം പ്രതിമ യെരുശലേം ദൈവാലയത്തിൽ അവൻ പ്രതിഷ്ഠിക്കും. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലെ അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 27 വായിക്കുമ്പോൾ, മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ശൂന്യമാക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ കോപം വരും. ശൂന്യമാക്കുന്നവൻ ഇസ്രായേലിന്റെ ആരാധനാലയത്തിന്റെ മധ്യേ അവൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വരുമ്പോഴാണ് അറിയുന്നത് ഇവൻ വ്യാജ മശിഹ ആകുന്നു എന്ന് അറിയുന്നത്. ആ സമയത്താണ് യഹൂദനും എതിർ ക്രിസ്തുവും തമ്മിൽ അകലുകയും തെന്നുകയും എതിർ ക്രിസ്തു യഹൂദനെ കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുന്നെങ്കിലും അത് നടക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചു കൊള്ളുന്നു. ആ സമയം വരെയും യെരുശലേം ദൈവാലയത്തിൽ ആരാധനകളും അതുപോലെ തന്നെ എല്ലാം അനുവദിച്ചിരുന്നു. അത് കഴിയുമ്പോഴാണ് ഇവന്റെ തനി നിറം പുറത്തു വരുന്നത്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം തുടരാം. നമ്മുടെ കർത്താവ് വരാറായി. നാം ഒരുങ്ങുക. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം വിശ്വാസികൾ ഉണരുക. അനേക പാവികൾ യേശുവിൻ്റെ വകയാക്കുക. നമ്മുടെ കർത്താവ് വരാറായി. വേഗം ഒരുങ്ങുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.